അപ്പോൾ അവക്കാഡോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അവക്കാഡോ. നമ്മുടെ നാട്ടിലും മിക്കപ്പോഴും ഇത് മിൽക്ക് ഷേക്കിൽ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അവക്കാഡോ യൂസ് ചെയ്യുന്നത്. ചിലരുണ്ട് അവക്കാഡോ കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറയുന്നവർ. മിക്കപ്പോഴും അത് ഓവർ റൈപ്പായിട്ടുള്ള ടേസ്റ്റ് മാറിയ അവക്കാഡോ കഴിക്കുമ്പോഴാണ് ആ ഒരു തോന്നൽ തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല കറക്റ്റ് പാകത്തിന് റൈപ്പായിരിക്കുന്ന അവക്കാഡോ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ ഒരു റെസിപ്പിയും കൂടി വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അവക്കാഡോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അവക്കാഡോ വാങ്ങിക്കുമ്പോൾ ചതവ് പറ്റിയത് അല്ലെങ്കിൽ വെട്ടി വീണ അവക്കാഡോ ഒന്നും വാങ്ങിക്കാതിരിക്കുക. അത് കേടുണ്ടാവും നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ. ചിലരോർക്കും കളർ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ ഇത് പഴുത്തതാണോ, ഡാർക്ക് കളർ പഴുത്തതായിരിക്കുമല്ലോ. പക്ഷേ ഇതും കറക്റ്റ് അല്ല. കാരണം പല വെറൈറ്റീസ് ഉണ്ട്. ചില വെറൈറ്റീസിൽ നല്ല പഴുത്ത അവക്കാഡോയും ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കും, ഡാർക്ക് ആവാറില്ല. അപ്പോൾ എങ്ങനെയാണ് അറിയണത് അവക്കാഡോ പഴുപ്പ് ശരിയാണോ, കഴിക്കാൻ പാകത്തിനാണോ, അല്ലെങ്കിൽ ഓവർ റൈപ്പായിട്ട് പഴുപ്പ് കൂടുതലാണോ, അല്ലെങ്കിൽ റോ ആണോ, പച്ച അവക്കാഡോ ആണ്. പച്ച അവക്കാഡോ ആണെങ്കിൽ കഴിക്കാൻ ആയിട്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ തമ്മ് വെച്ചിട്ട് പതുക്കിനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം അവക്കാഡോയുടെ സെൻറ്റർ ഭാഗം. ഭയങ്കര ഫേമായിട്ട് ഒട്ടും തന്നെ അനക്കം തട്ടാത്തൊരു അവക്കാഡോ ആണെങ്കിൽ അത് പച്ച അവക്കാഡോ ആണ്, ഇനിയും റൈപ്പ് ആവാനും ഉണ്ട്. അതേ സമയത്ത് നല്ല ഫേമാണ്, പക്ഷെ നമ്മുടെ വിരൽ തൊടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ആവുന്ന ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നല്ല പാകത്തിന് പഴുത്തതാണ്. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്കിന്ന് നന്നായി സിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് പഴുപ്പ് കൂടുതലാണ്. ഇത് തുറന്നു നോക്കുമ്പോൾ കേടായിട്ടുണ്ടാവും. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വിരലിൻ്റെ പാഡ് വെച്ചിട്ടാണ്, നമ്മൾ തമ്മിൻ്റെ പാഡ് വെച്ചിട്ടാണ് പ്രസ് ചെയ്യേണ്ടത്. നഖം വെച്ചിട്ട് അവക്കാഡോ പ്രസ് ചെയ്ത് നോക്കരുത്. അതിൻ്റെ സ്കിൻ പങ്ക്ചറായാൽ അത് വേഗം കൂടുതൽ പഴുത്ത് ചീത്താവാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത മെത്തേഡ് നമ്മൾ റൈപ്പാണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ അവക്കാഡോക്ക് ഒരു സ്റ്റെം ക്യാപ്പ് ഉണ്ട് ഇതുപോലെ ഇവിടെ. ഇതൊന്ന് പീൽ ബാക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിയിലത്തെ കളർ ചെക്ക് ചെയ്യലാണ്. ഇത് പീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കാണുന്ന കളർ ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ നമ്മുടെ അവക്കാഡോ നല്ല പാകത്തിന് റൈപ്പാണ്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ കാണുന്നത് ഒരു ബ്രൗൺ കളർ ആണെങ്കിൽ അത് ഓവർ റൈപ്പാണ്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ ഇത് തുറന്നാൽ തീർച്ചയായിട്ടും അതിൽ ബ്രൗൺ സ്പോട്ട്സും ആ ടേസ്റ്റും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നത് നല്ല ലൈറ്റ് കളറാണ്, യെല്ലോ ഗ്രീൻ കളറാണ് കാണുന്നത്. ഇത് നല്ല കറക്റ്റിന് റൈപ്പായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊരു ജെൻറ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫീലിംഗ്, പ്രസ് ആവുന്ന ഫീലിംഗ് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് സ്റ്റെം ക്യാപ്പ് മാറ്റി നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റൈപ്പായിട്ടുള്ള പാകത്തിനുള്ള അവക്കാഡോസ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം മിക്കപ്പോഴും അവക്കാഡോ റൈപ്പ് ആവുന്നതിന് മുമ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ അത് പഴുപ്പിക്കാൻ വെച്ചാൽ അത്ര നന്നാവാറില്ല, അത് ഇരുന്ന് ചീത്താവാനാണ് സാധ്യത. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കുന്നത് നമ്മൾ അവക്കാഡോ എങ്ങനെയാണ് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളയുന്നത്. ഏറ്റവും കോമൺ മെത്തേഡ് നമ്മുടെ പാമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ഷാർപ്പ് നൈഫ് ഇതുപോലത്തെ യൂസ് ചെയ്തിട്ട് അവക്കാഡോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും വെട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ആ സീഡിൻ്റെ ചുറ്റും. അതിനുശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലൊരു പീസായിട്ട് അവക്കാഡോയുടെ ഫ്ലഷ് എടുക്കാൻ പറ്റുന്നതാണ്. കുരു മാറ്റാൻ സിമ്പിളായിട്ട് കുരുയുടെ സെൻറ്ററിലൊന്ന് കുത്താം, ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം, അത് റിമൂവ് ചെയ്യാം. ഇതാണ് ഏറ്റവും കോമൺ മെത്തേഡ്. കറക്റ്റായിട്ട് പാകത്തിന് റൈപ്പായിട്ടുള്ള അവക്കാഡോ ആണെങ്കിൽ ഇത് എളുപ്പത്തിൽ നടക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെഗ്മെൻറ്റ്സ് ആക്കാം. ഇതുപോലെ അവക്കാഡോ ഹാഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നും കൂടി വെട്ടി സ്ലൈസ് പോലെ ആക്കാം. എന്നിട്ട് എളുപ്പത്തിൽ പീൽ ചെയ്ത് കളയാം അതിൻ്റെ തൊലി. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് കോരേണ്ട കാര്യമില്ല. ഇതുപോലെ കട്ട് ചെയ്യാനാണെങ്കിൽ സാലഡ്സിനും പല റെസിപ്പീസിനും ഇതുപോലെ ആവശ്യമുണ്ടാവും. പിന്നെ ഈ നൈഫ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ വേണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹാർഡായിട്ട് കുത്തരുത്. നല്ല പഴുത്ത അവക്കാഡോ ആണെങ്കിൽ ചിലപ്പോൾ കത്തി അതിൻ്റെ ഉള്ളിൽ കൂടി പോയി നമ്മുടെ കൈ മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണം, അത് ശ്രദ്ധിക്കണം. അതിനേക്കാളും എളുപ്പം വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ആദ്യം സെഗ്മെൻറ്റ് ആക്കാം. ചുറ്റും കട്ട് ചെയ്യാം, എന്നിട്ട് തിരിച്ചിട്ട് പിന്നെയും ചുറ്റും കട്ട് ചെയ്യാം ഇതുപോലെ. അപ്പോൾ 4 പീസായിട്ട് വരും. അപ്പോൾ ഈ സീഡ് റിമൂവ് ചെയ്യാൻ ഒന്നും കൂടി സിമ്പിളാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ കാണുന്നത് അവക്കാഡോസ് ഒക്കെ നല്ല പാകത്തിന് റൈപ്പാണ്. ഇത് വെറുതെ കഴിക്കാൻ പറ്റും. സാലഡ്സിലും ഓരോ ഡിഷസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. കൂടുതൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണമെങ്കിലും ആവാം. നമുക്ക് സാൻഡ്വിച്ചസിലും റാപ്സിലൊക്കെ യൂസ് ചെയ്യാൻ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഡൈസ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് അനുസരിച്ച് ചൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്യാം, സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈസ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ സിമ്പിളായിട്ട് അവക്കാഡോ സെലക്ട് ചെയ്യുന്നതും അത് കുരു കളഞ്ഞ് അതിൻ്റെ ഫ്രഷ് പ്രിപ്പയർ ചെയ്യണതും നമ്മൾ കണ്ടു. അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ അവക്കാഡോ വെച്ചിട്ടൊരു റെസിപ്പി കാണിക്കുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾ അവക്കാഡോ വെച്ച് എന്താ ഉണ്ടാക്കാറ്, ഇത് എങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ചാനൽ.